തങ്ങൾ മുന്നോട്ട് വെച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നുവെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിഷയം KPCC അധ്യക്ഷനെ അറിയിച്ചെന്നും ഇടപെടൽ നടത്താമെന്ന് ഉറപ്പു നൽകിയെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. സാധിക്കുന്ന ഒരു വിഷയമാണെന്ന തരത്തിലേക്ക് ഒരു നറേഷൻ നിങ്ങൾ കൊണ്ടുപോകരുത്. ഇത് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തുമെന്ന് പറഞ്ഞു. KPCC പാർട്ടി വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. അതുകൊണ്ട് അതിനുശേഷം മാത്രം ഇതിലൊരു പ്രതികരണം, പൊതുവായിട്ടുള്ള ഒരു പ്രതികരണം നടത്താമെന്ന് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾ കാണും. ഞാൻ വിഷയം അവിടെ നിൽക്കുകയാണ്. ആ വിഷയത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൻ്റെ മെറിറ്റിനെ പറ്റിയും ഡീമെറിറ്റിനെ പറ്റിയും ഞാൻ സംസാരിക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്, കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്താണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസാരിക്കും, അത് കാണുമ്പോൾ സംസാരിക്കും, അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന മറ്റ് വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട്. നൃപൻ, ഒരുപക്ഷെ അലോഷ്യസ് സേവ്യർ കൊളുത്തിവിട്ട തിരി VD സതീശനെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ആകെ തന്നെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്ലീഡർ നിയമനത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യങ്ങൾ, ആരൊക്കെ സംഘപരിവാർ അനുകൂലികളെ എടുക്കേണ്ടി വന്ന സാഹചര്യം, VD സതീശൻ ഒറ്റപ്പെടുന്നുണ്ട്. ഏകാധിപത്യ നിലപാടുകൾ തന്നെയാണ് VD സതീശൻ എടുക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇരുചേരി രൂപപ്പെട്ടാൽ പോലും അതിൻ്റെ എല്ലാം ആണി തറയ്ക്കുന്നത് VD സതീശനിലേക്ക് തന്നെയാണ്. സിജു, തീർച്ചയായും നിലവിലുള്ള പ്ലീഡർ അടക്കമുള്ള നിയമന വിവാദങ്ങൾ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദമായി കണക്കാക്കാം. നേരത്തെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാർട്ടിയുമായി കൂടിയാലോചനയില്ല, KPCC യോഗം വിളിക്കുന്നില്ല, ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഏകപക്ഷീയമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള തർക്കം KPCC ജനറൽ സെക്രട്ടറിമാരടക്കം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി സമയം അനുവദിച്ചിട്ടില്ല, UDFൻ്റെ യോഗം ചേരാൻ കഴിയുന്നില്ല. അതിൻ്റെ വിവാദത്തിനിടയിലാണ് പ്ലീഡർ വിവാദത്തിൽ KSUവിൻ്റെ ശക്തമായ പ്രതിഷേധം രംഗത്ത് വരുന്നത്. അവർ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അതൃപ്തി അറിയിക്കുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാകാതെ പരസ്യമായി KSUയെ നിഷേധിച്ചു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ. ഇത് KSUവിനെ മാത്രമല്ല പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ മറുപടി അലോഷ്യസ് സേവ്യറിന് മാത്രമല്ല മറുവിഭാഗത്തിനെതിരെയുള്ള മറുപടിയായി KSU വിഭാഗം നേതാക്കൾ കാണുന്നുണ്ട്. അങ്ങനെ അലോഷ്യസിന് പിന്നിൽ അലോഷ്യസ് മാത്രമല്ല മുതിർന്ന നേതാക്കളുടെ പിന്തുണ, KSU വിഭാഗത്തിൻ്റെ പിന്തുണ, ഒപ്പം തന്നെ A ഗ്രൂപ്പിൻ്റെയും എല്ലാവരുടെയും പിന്തുണ അലോഷ്യസിന് അനുകൂലമായി വരുന്നത് ഈ വിഷയത്തിൻ്റെ മെരിറ്റ് കൂടി കണക്കാക്കിയിട്ടാണ്. കാരണം ഏകപക്ഷീയമായിട്ടുള്ള VD സതീശൻ്റെ പോക്കിനെതിരെയുള്ള ഒരു പോരാട്ടമായി ഇത് മാറുകയാണ്. അങ്ങനെ രണ്ട് ചേരിയായി ഇത് മാറുന്നുണ്ട്. ഇന്ന് ഇന്ദിരാഭവനിൽ നടന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ VS സുധീരനെ പോലുള്ളൊരു നേതാവ് അദ്ദേഹത്തിന് പരസ്യമായി പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല, പഴയ KSU കാലത്തെ ചരിത്രവും എങ്ങനെയാണ് KSUവിൽ വളർന്നു വന്ന നേതാക്കൾ അധികാരത്തിലെത്തിയാൽ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, ആരെയും കാണാൻ എല്ലാവരുമായി ചർച്ച നടത്തും ഉമ്മൻചാണ്ടിയുടെ പഴയ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളിൽ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കേൾക്കണം, എല്ലാവരുമായ അഭിപ്രായം കേൾക്കണം, സ്വരൂപണം ഉണ്ടാകണം, ജനങ്ങളെ കേൾക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയെ ഉദാഹരിച്ചുകൊണ്ട് പ്രസംഗത്തിൽ ഉടനീളം KSU യൂത്ത് കോൺഗ്രസ് എന്ന ചരിത്രമാണ് VS സുധീരൻ ഇന്നത്തെ പ്രസംഗത്തിൽ നടത്തിയത്. അതിനിടയിലാണ് നൃപൻ, ഒരുപക്ഷെ ഈ സുധീരൻ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പദങ്ങളാണ് KSU യൂത്ത് കോൺഗ്രസ്. അതിൽ ചില ധ്വനികളുണ്ട്. വന്ന വഴി മറന്നു പോകരുത്, സുധീരനോട് തന്നെയാണ് പറയുന്നത്. KSU സധൈര്യം മുന്നോട്ട് പോവുക, പറയാനുള്ളത് പറഞ്ഞു തന്നെ പോവുക. സമാനമായി തന്നെ KC വേണുഗോപാൽ പുതുപ്പള്ളിയിലും പറഞ്ഞു. KSU പറഞ്ഞ കാര്യങ്ങൾ ആ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. അതെല്ലാം VD സതീശൻ ലക്ഷ്യമിട്ട് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ മദ്യനികുതി വിഷയത്തിലടക്കം പരസ്യമായി പറയേണ്ടി വന്നു VM സുധീരന്, KC വേണുഗോപാലിന് പറയേണ്ടി വന്നു. എല്ലാ അർത്ഥത്തിലും സതീശൻ പോകുന്നത് പാർട്ടിയെ മുഖവിലക്കെടുക്കാതെ പോവുകയാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്, പാർട്ടി പ്രവർത്തകർക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും സിജു, അതിലേക്ക് തന്നെയാണ് വന്നത്. VS സുധീരൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്ക് കാണിക്കാനായത്. അദ്ദേഹം പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ KSUവിൻ്റെ ചരിത്രം, KSU കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എത്രമാത്രം നിർണായകമായ പങ്കുള്ളതാണ്, ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ നേതാവിനെ അന്നത്തെ രാഷ്ട്രീയ ആ ഒരു പോരാട്ടത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിമാർ പോലും KSU നേതാക്കളായിരുന്ന തങ്ങളെ കേട്ടിരുന്നു എന്നത് തരത്തിലുള്ള ആരെയും, ഇതേ KSU നേതാവായ ഉമ്മൻചാണ്ടി അധികാരത്തിലെത്തിയപ്പോൾ അപ്പോഴും KSUവിനെല്ലാം എല്ലാ തലമുറകളെയും കേൾക്കാനുള്ള മാനസിക അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നെല്ലാം പ്രസംഗത്തിൽ വളരെ ബോധപൂർവം തന്നെയാണ് VS സുധീരൻ എന്ന അനുസ്മരണ സമ്മേളനത്തിൽ KSU യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രം മുഴുവൻ വിവരിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടിയും
ഉമ്മൻചാണ്ടിയും KSU പ്രവർത്തകനായിട്ടുള്ള ഉമ്മൻചാണ്ടിയും. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. അവസാനമാണ് ബോധപൂർവം തന്നെയാണ് അലോഷ്യസ് സേവ്യർ, മറ്റ് ഒരുപാട് നേതാക്കൾ ആ വേദിയിലുണ്ട്. KPCC ജനറൽ സെക്രട്ടറിമാരടക്കം പുറത്താണ് ഇരിക്കുന്നത്, മുൻ മന്ത്രിമാർ പുറത്തിരിക്കുന്നു, DCC അധ്യക്ഷന്മാർ പുറത്തിരിക്കുന്നു. ആ പരിപാടി തുടങ്ങി ഈ പറഞ്ഞ സ്വാഗത പ്രസംഗം വിശ്വനാഥ് നടത്തി പകുതിയാവുമ്പോഴാണ് അലോഷ്യസ് സേവ്യർ അവിടേക്ക് കടന്നു വരുന്നത്. അലോഷ്യസ് സേവ്യറിന് വേറെ ഭാഗത്തു കൂടി കടന്നു വരാൻ കഴിയാത്തതുകൊണ്ട് വേദിയുടെ പിന്നിലൂടെ കടന്നു വരുന്നു. അപ്പോഴാണ് KPCC അധ്യക്ഷൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെ വിളിച്ച് അവിടെ അരികത്തേക്ക് ഇരുത്തുന്നു. കാരണം അരികത്ത് ഇരുത്താൻ വേദിക്കുള്ളിൽ കസേരയിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ചേർത്ത് അലോഷ്യസിന് വേദി കൊടുക്കുന്നു. അലോഷ്യസ് സേവ്യറിൽ നിന്ന് വേദി കൊടുത്തത് തന്നെ നിലവിലുള്ള വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാരടക്കം മുൻ മന്ത്രിമാരടക്കം DCC അധ്യക്ഷന്മാരെല്ലാം വേദിക്ക് പുറത്താണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് വേദിയിലേക്ക് അരികിലേക്ക് സ്ഥലം കൊടുത്തു. പിന്നെ പ്രസംഗത്തിൽ സുധീരൻ പരാമർശം കൂടി നടത്തി. പരാമർശം നടത്തിയ ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പിന്നിൽ അലോഷ്യസ് സേവ്യർ ഇല്ല, എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് KPCC ജനറൽ സെക്രട്ടറി ഇരുന്ന് തൊട്ടടുത്തായി ആ വേദിയുടെ ഭാഗത്ത് തന്നെ അലോഷ്യസ് ഇരിക്കുകയായിരുന്നു. അകത്തേക്ക് വിളിച്ചു കയറ്റുന്നു. KPCC ജനറൽ സെക്രട്ടറി ആ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത് അവിടെ ഇരുത്തുന്നു. അതിനുശേഷമാണ് ഒന്നിച്ച് ചേർത്ത് പിടിച്ച ശേഷം അദ്ദേഹം അരികിൽ നിർത്തി പറയുന്നത്, ഇത് ശക്തമായും വളരെ ധൈര്യത്തോടെയും നിലപാട് ഉറച്ചു നിൽക്കണം, നിലപാട് ആവർത്തിക്കണം, താൽക്കാലികമായ ചില തിരിച്ചടി ഉണ്ടാവും, പക്ഷേ തളരാതെ മുന്നോട്ട് പോകണം എന്ന തരത്തിൽ നിർദ്ദേശം കൊടുക്കുന്നു. അദ്ദേഹം വിളിച്ചിരുത്തുന്നതും അരികോട് ചേർത്ത് നിർത്തുന്നതും ഒക്കെ തന്നെ വിഷ്വലുകൾ ലഭ്യമാണ്. അത് നമുക്ക് അടുത്ത തൊട്ടടുത്ത നിർഭൻ ചക്രവർത്തിയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.